ഇപ്പോൾ രണ്ട് പ്രമുഖർ കൂടി ചേരുകയാണ്. സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള റീജിയന്റെ വൈസ് ചെയർമാനായ ശ്രീ മനോജ് ടി വർഗീസ്, ഒപ്പം പ്രമുഖ കശുവണ്ടി വ്യവസായിയായ ഡോക്ടർ ജെ രാജ്മോഹൻ പിള്ള, ഇവർ രണ്ടുപേരും തത്സമയം ചേരുകയാണ്. ശ്രീ മനോജ് ടി വർഗീസ്, ഞാൻ ആദ്യം താങ്കളിലേക്ക് പോകുന്നത്, ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ആണല്ലോ. ഇപ്പോൾ ചെമ്മീനിൻ്റെ തന്നെ 50% താരിഫ്. അതാണ് ട്രംപിൻ്റെ പുതിയ താരിഫ് അനുസരിച്ച് 50% എന്നതാണ്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും ചെമ്മീൻ ഉൽപ്പന്നങ്ങളാണല്ലോ. അപ്പോൾ ഇത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പീലിംഗ് ഷെഡ് ഉടമ, അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക ഇവിടെ പറഞ്ഞിരുന്നു. ഏറ്റവും താഴെ തട്ടിൽ വരുന്നതാണല്ലോ പീലിംഗ് ഷെഡുകൾ. അവിടെ ഒരുപാട് തൊഴിലാളികളും ഒക്കെ ഉള്ളതാണ്. അവർക്ക് തൊഴിലില്ലാതാവുമോ എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. നിലവിലത്തെ ഒരവസ്ഥ എങ്ങനെയാണ്? ഇത് മറികടക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ താരിഫ് പിൻവലിച്ചേക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസമാണല്ലോ, അതുണ്ടാകാം, ട്രംപല്ലേ, അതുകൊണ്ട് മാറ്റിയേക്കാം എന്നൊക്കെയാണ്. പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ഒരു അവസ്ഥയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഗുഡ് മോർണിംഗ്. അത് ഈ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അത് ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ടാരിഫ്, നിങ്ങൾ നേരത്തെ 50% എന്ന് പറഞ്ഞത്, ആൾക്കാർ 50% എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളൂ. 50 അല്ല. ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഓൾറെഡി ആന്റി ഡംപിങ് ഡ്യൂട്ടിയും കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയും നിലവിലുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ തന്നെ ഓൾമോസ്റ്റ് 7% നേരത്തെ ഉണ്ടായിരുന്നു. ആ 7%ന്റെ കൂടാണ് നമ്മൾ ഈ 25 വന്നതും. അതിന്റെ പുറത്താണ് ഇപ്പോൾ റഷ്യൻ ഓയിലും പറഞ്ഞ അടുത്ത 25 കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് ഡ്യൂട്ടി കൊടുത്ത് ചെമ്മീനൊന്നും അമേരിക്കയ്ക്ക് അയക്കാൻ പറ്റൂല, നടക്കുന്ന കാര്യമല്ല. ആരും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത്രയും ഡ്യൂട്ടി കൊടുത്ത് കൺസ്യൂമറിന് പുറത്ത് അത് വിറ്റ് മാറൂല. രണ്ട് കാര്യമാണ്. ഇന്ത്യക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് ഇക്വഡോറിന്റെ സൈഡിൽ. ഇക്വഡോറും ഇന്ത്യയും തൊട്ടടുത്തടുത്ത് ഉള്ള കോമ്പറ്റീറ്റേഴ്സാണ് വോളിയം വൈസ്. 2022 നമ്മൾ ഇന്ത്യ ആയിരുന്നു ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഓഫ് ചെമ്മീൻ ഈ പറയുന്ന അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നായിരുന്നു 2022. ഇത് തന്നെയാണ് നമ്മുടെ പ്രതിസന്ധിയുടെ ഒരു ക്രാക്സും. ഇക്വഡോറിന്റെ കൂട്ടിയിട്ടുമില്ല, ഇപ്പോഴും ആ ഒരു 10-14 താരിഫിൽ നിൽക്കുകയാണ് അല്ലേ? ഇക്വഡോറിന് 15 ഉണ്ട് ഇപ്പൊ നിലവില്. വേറെ അധികം ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് വിഷയം എന്ന് പറഞ്ഞാൽ 2022 ചെമ്മീൻ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഷ്രിംപ് എക്സ്പോർട്ട് ഒരു ടാർഗറ്റായി മാറുകയാണ്. ബിഗസ്റ്റ് ഇമ്പോർട്ട് ഓഫ് ഷ്രിംപ് ഇൻ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അതൊരു ഫിഗറാണ്. അപ്പൊ അത് 22 കഴിഞ്ഞ് നമ്മൾ സ്ലൈഡ് ചെയ്തു. കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഈ വലിയ ഫ്രൈറ്റ് വ്യത്യാസം ഇക്വഡോറായിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ സ്ലൈഡ് ചെയ്തു. നമ്മൾ ഇക്വഡോറിന്റെ താഴെ കഴിഞ്ഞ 2 വർഷം കൊണ്ട്. ഇപ്പൊ വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കലും 50% ഡ്യൂട്ടിയും ഇതിന്റെ പുറത്ത് CVD ADD കൂടി ചേർത്ത് ഇത് അവിടെ പോകില്ല. അപ്പൊ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡൈവേർഷന് വേണ്ടി ശ്രമിക്കണം. ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഡൈവേർട്ട് ചെയ്യാൻ ചെമ്മീനെ സംബന്ധിച്ചോളം ഡിഫിക്കൽട്ടാണ്. അതായത് ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കാൻ പറ്റില്ല, അത്രയും ഉപഭോക്താക്കളെ കിട്ടില്ല അല്ലെ? ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് നമ്മൾ ആഭ്യന്തര വിപണി ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു ഫ്യൂച്ചറിൽ. ഇതിന്റെ ഒരു മെയിൻ വിഷയം ഇത് ചെമ്മീനാണ്. ഇത് നോർത്ത് ഇന്ത്യൻ പോപ്പുലേഷനെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു ബേസിക്കലി ഒരു നോൺ വെജിറ്റേറിയൻ ഡയറ്റ്, അതും ഒരു എക്സ്ട്രീം, അതായത് ഒരു സീ ഫുഡ് എന്ന് പറയുന്നതൊന്നും അത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സിൽ ഉള്ളതുപോലെ നമുക്ക് ഒരു മാർക്കറ്റ് പ്രസൻസ് ബിൽഡ് ചെയ്യാൻ ടൈം എടുക്കും. കുറേയൊക്കെ സിറ്റീസിലും മെട്രോസിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് റീസെന്റ്. പക്ഷെ അതൊന്നും ഇത് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഇല്ല. ഈ റേറ്റ് എന്ന് പറയുന്നത് US തരുന്നത് സാമാന്യം നല്ല റേറ്റ് ആയതുകൊണ്ടാണ് ആ മാർക്കറ്റിലോട്ട് ഇതെല്ലാം പോയത്. എന്ത് ചെയ്യാൻ പറ്റും നിലവിൽ? ഇത് ഈ ഇൻഡസ്ട്രി കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രതിസന്ധിയാണ്. ഇപ്പൊ നമ്മളിത് കേരളത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വനാമി ചെമ്മീൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ കുറെ പീലിംഗ് ഷെഡുകാരെ സംബന്ധിച്ചോളം കാര്യമായിട്ട് ഇത് ബാധിക്കും. കാരണം അത് ആ മെറ്റീരിയലില് സങ്കടം എന്ന് പറയട്ടെ, ഇത് മുഴുവൻ വരുന്ന ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആണ്. അല്ലാതെ നമുക്കിവിടെ ഡൊമസ്റ്റിക് ഉൽപാദനമൊന്നും ഇല്ല. നമ്മുടെ ഡൊമസ്റ്റിക് സെയിൽസിന്റെ നമ്മുടെ ഡൊമസ്റ്റിക് ഉൽപാദനം എന്ന് പറയുന്ന കൂന്തൽ, ഫിഷ്, ഈ ഐറ്റംസിന് ഇതേപോലെ തന്നെ എക്സെപ്റ്റ് ഫോർ കൗണ്ടർ വെയിലിംഗ് ആൻഡ് ആന്റി ഡംപിങ് ബാക്കിയുള്ള ഡ്യൂട്ടീസ് നമ്മളെ ബാധിക്കുന്നത് തന്നെയാണ്, ഇതുപോലെ തന്നെ. അപ്പം നല്ലൊരു
പ്രസൻസ് ഉള്ള നമുക്ക് നല്ലൊരു പ്രസൻസ് ഉള്ളതാണ് ആ മാർക്കറ്റിൽ. അത് അതായത് നമുക്ക് ചെമ്മീനെ complete മാത്രമല്ല മറ്റ് അതെ. മീനുകളുടെ കയറ്റുമതിയും അവരുടെ മീൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും സംസ്കരിച്ചാണല്ലോ അതെ ഉൽപ്പന്നങ്ങളുടെ അതെ കയറ്റുമതിയും ഇത് ബാധിക്കും, സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ? അതെ നല്ല ഒരു എമൗണ്ട് ഓഫ് മാർക്കറ്റ് സ്വിച്ച് വേണ്ടി വരും. പിന്നെ വ്യത്യാസം ഇതേ ഉള്ളൂ, അതൊക്കെ മിക്കവാറും സ്വിച്ച് ചെയ്യാവുന്ന പ്രോഡക്ട്സ് ആണ്, കുറച്ച് സമയം എടുത്താലും. പക്ഷെ ചെമ്മീനിന് ഇന്ത്യയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചെമ്മീനാണ് ടാർഗറ്റ്. ചെമ്മീനിന്റെ നിമിത്തമാണ് നമ്മളെല്ലാം ഈവൻ അതർ ഡൊമസ്റ്റിക് അതർ പ്രോഡക്ട്സ് ഇതിനകത്ത് പെട്ടുപോയത്. ഞാൻ ശരി, ഒരു ഇപ്പോൾ കാര്യം കൂടെ പറയാം. ഡോക്ടർ രാജ്മോഹൻ പിള്ള കൂടി ചേരുകയാണ്.